ഈ കൊച്ചുമിടുക്കലുണ്ടല്ലോ, അവരങ്ങ് പാലക്കാടിൻ്റെ ചൂടിൽ നിന്ന് ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് എത്തി കാഴ്ചക്കാർക്ക് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന നല്ല ഗംഭീര നാടകം അല്ലേ? ഒരു കൈ കൊടുത്താൽ നമുക്ക് വേണ്ടി തന്നെ അടിപൊളി നല്ല നാടകം. നാടകം എന്നാൽ അങ്ങനെ വെറുതെ സംഭാഷണം മാത്രമല്ല, അതിന് സംഗീതമുണ്ട്, അതിന് ജീവനുണ്ട്, ജീവിതങ്ങളുണ്ടെന്ന് പറയുന്നത് അല്ലേ? ഗംഭീരമായിരുന്നു. അപ്പോൾ കേവലം അങ്ങനെ കുട്ടികൾ മാത്രം നിൽക്കുന്നതല്ലോ, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മാഷില്ലേ? ആരാ നിങ്ങളെ നാടകം പരിശീലിപ്പിച്ചത്? ആരാ? സുദേവേട്ടനും ആനന്ദേട്ടനും. ഇതാണോ സുദേവേട്ടൻ? സുദേവേട്ടാ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നാടകത്തിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ നല്ല ഗംഭീരമായിട്ട്. അപ്പോൾ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ നാടകം ഒരു സാധാരണക്കാരനെ പോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനം, ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഞാൻ വിചാരിച്ചു ഇതേതെങ്കിലും ഒരു നിറത്തെ പറ്റി പറയുന്ന അല്ലെങ്കിൽ നൂലെന്ന് പറയുന്ന ഒരു കുഞ്ഞുങ്ങളുടെ നാടകമല്ലേ, അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതൊക്കെ വിട്ട് അതിന്റെ തലങ്ങൾ കഴിഞ്ഞ് ഗംഭീരമായി പോയി. എങ്ങനെയായിരുന്നു ഇങ്ങനൊരു സഞ്ചാരത്തിലേക്ക് എത്തിയത്? അതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ശരിക്കുള്ള എന്താ വെച്ചാൽ നമ്മുടെ ടീമുണ്ടാകും ലിറ്റിലെടുത്ത്. അപ്പോൾ നമുക്കൊരു ആശ ഉണ്ട്, അതിന് അരുൺലാൽ എന്ന് പറയും. അപ്പോൾ കണ്ണേരനാണ് നമുക്ക് ഈ സ്ക്രിപ്റ്റ് സജക്റ്റ് ചെയ്തത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു തുപ്പായിട്ടെന്ന് പറയും നമ്മൾ തൃശ്ശൂരുള്ളത്. അപ്പോൾ ഞങ്ങൾ സുബ്രഹ്മണ്യം നമ്പൂതിരി പാടുക. അപ്പോൾ ആളുടെ സ്ക്രിപ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വായന എങ്ങനെ പുതിയ രീതിയിൽ നമ്മൾ ചെയ്യാമെന്നുള്ളൊരു അന്വേഷണമായിരുന്നു നമ്മൾ ശരിക്കും ഈ നാടകം. അതെന്ന് വെച്ചാൽ ടീമിൻ്റെ പലവരുടെയും അഭിപ്രായങ്ങൾ വന്നിട്ട് കൂടിയിരുന്നിട്ട് ചർച്ചകൾ ഉണ്ടായിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. യെസ്, എന്തായാലും ആ സംഭവിച്ചത് ഗംഭീര ഒരു സംഭവമായിരുന്നു അല്ലേ? എവിടെ നമ്മുടെ രാജാവിടെ ഗംഭീരമായിട്ട് അല്ലേ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പ് ഏതെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ കുട്ടികളായിട്ട് കളിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഭിനയിച്ച് നോക്കുക ചെയ്തിട്ടുണ്ടോ? അത് 7ൽ പഠിക്കുമ്പോ ഒരു ബാലവേല നാടകം കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് സംസ്ഥാന വേദിയിൽ ആദ്യമായിട്ടല്ലേ? സബ് ജില്ല ആദ്യമായിട്ടാണ്. സബ് ജില്ല ആദ്യമായിട്ടാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു. ഇപ്പൊ രാജാവ് മാത്രമല്ല അതിലെ എല്ലാവരും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കൂശാന്താടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പറഞ്ഞോളൂ. രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇത് കാസ്റ്റ് ചെയ്യണ സമയത്ത് ഒരു ആൺകുട്ടി, ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ പെൺകുട്ടികൾ ധാരാളം നമുക്ക് രംഗത്തേക്ക് വരുന്നുണ്ട്. ആൺകുട്ടികളെ തെരഞ്ഞു പിടിച്ചാലും നിർബന്ധിച്ചാലും അവർ ഈ രംഗത്തേക്ക് വരില്ല. പിന്നെ പിടിച്ച് വലിച്ച് കൊടന്ന് ക്യാമ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഉഷാറാവും. അങ്ങനെയാണ്. അപ്പം 2-3 തവണ എല്ലാ ക്ലാസ്സുകളിലും കയറി ഈ ഒരു കാസ്റ്റിംഗ് നടത്തിയതാണ്. പക്ഷേ 2 തവണ കയറി 3-ാമത്തെ തവണ കയറിയപ്പോഴാണ് ഇവൻ പതുക്കെ എണീറ്റിട്ട് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ കുറേ കാലമായി ഇവിടുത്തെ നാടകങ്ങൾ കാണുന്നു, എനിക്കൊന്ന് നോക്കിയാൽ കൊള്ളാം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫാസിമിനെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കണ്ടെത്തിയാണ്. അപ്പോൾ ഫാസിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ആൺകുട്ടിയെ വേണം ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ തിരഞ്ഞ് നമ്മൾ അവസാനം ക്ലാസ്സിൽ പോയി എല്ലാവരെയും നോക്കി. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ഇപ്പോൾ എന്തൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ സബ് ജില്ലയുടെ ടൈം ഒക്കെ ആയപ്പോൾ ഇവന് ഭയങ്കര വിഷമം. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഇപ്പോൾ മതിൽ ചാടി മിഠായി മേടിക്കാൻ പോയി ഇത്ര. അപ്പോൾ പ്രിൻസിപ്പാള് അസംബ്ലിക്ക് ഇവനെ പേര് വിളിച്ചിട്ട് HM പേര് വിളിച്ച് കളിയാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്ക് ആ വിഷമം തീർക്കണം പറഞ്ഞ് സബ് ജില്ലയിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ അടിക്കണം പറഞ്ഞു. അപ്പം അന്ന് സബ് ജില്ലയിൽ ബെസ്റ്റ് ആക്ടർ ആവാനായിരുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾ തന്നെ സംസാരിച്ചോ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ മടിയുള്ളൊരു കാലഘട്ടത്തിൽ ഇല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു നാണക്കേടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ? ആദ്യമൊക്കെ ഒരു നാണക്കേടുണ്ടായിരുന്നു. പിന്നെ ഏട്ടന്മാര് റെഡിയാക്കി എടുത്തു. പിന്നെ വലിയ നാണക്കേടുണ്ടായിരുന്നു. അല്ലേ? അതൊരു കലയാണല്ലേ? അഭിനയമാണ്. അഭിനയമായിട്ട് കാണാൻ പഠിപ്പിച്ചില്ലേ? പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ ആർട്ട് വർക്ക് ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്ക് ആയിരുന്നു. ആരായിരുന്നു അത്? ആർട്ട് വർക്ക് ചെയ്ത ആരാണ്? നമ്മളെ ഇതിൻ്റെ സെറ്റ് ചെയ്തത് വിഷ്ണു MS. അവനാണ് നമ്മുടെ സെറ്റ് ചെയ്ത് തന്നത്. അതിൻ്റെ ഡിസൈൻ പറഞ്ഞു തന്നത് കണ്ണേരനാണ്. അരുൺലാൽ എന്നാണ് പേര്. അവർ മീറ്റിങ്ങിന് പോയിക്കാണ്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിങ്ങനെ നിഖിൽ എന്ന് പറയും. അതിൻ്റെ പാട്ടുകൾ പാടിയിരിക്കുന്നത് സഞ്ജയ് ശങ്കർ, സഞ്ജുട്ടെന്നാണ് വിളിക്കുക ആളാണത്. അവൻ നമ്മുടെ ടീമിലുള്ളത് തന്നെ. അവന് ഇന്ന് വരാൻ പറ്റിയില്ല. അവന് ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവനും പോയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആർട്ട് വർക്ക് ചെയ്ത അഖിലേട്ടനാണ്.
പിന്നെ 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 നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ കറക്റ്റ് ഉത്തരം പറയണം. നിങ്ങൾ ഉപജില്ലയിലാണോ, ജില്ലയിലാണോ, സംസ്ഥാനത്താണോ അടിപൊളിയായിട്ട് നാടകം കളിച്ചത്? ആണോ? ഓഹോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ ഈ നമ്മുടെ ഹൈസ്കൂൾ HSSമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ചില നാടകങ്ങൾക്കൊന്നും വലിയ കലാമൂല്യം തോന്നുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ അവരുടെ ആ ഒരു പ്രശ്നമൊക്കെ ഇപ്പോൾ മാറിക്കിട്ടി കാണും അല്ലേ? ഗംഭീര നാടകം, നന്നായിരുന്നു. അപ്പോൾ എന്തായാലും മനോഹരമായൊരു നാടകം. അരമണിക്കൂർ കൊണ്ട് അവർ പറഞ്ഞു തീർത്തതിനകത്ത് രാഷ്ട്രീയമുണ്ടായിരുന്നു, ഹാസ്യമുണ്ടായിരുന്നു, ജീവിതമുണ്ടായിരുന്നു. ആ നാടകത്തിനൊരു ജീവനുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു കൈയടിച്ചേ. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ടീച്ചർ ഇതായിരിക്കുന്നു, ഒരു മാസ്റ്റർ ഇതായിരിക്കുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ എന്താ വെച്ചാൽ റിഹേഴ്സൽ നമ്മളൊരു 9 മണി 10 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ രക്ഷിതാക്കളെ വിളിക്കുക, ഇവരെ കൊണ്ടാക്കുന്ന കാര്യം അതൊരു 1, 2, 3 മാസമായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് തന്നെയാണ് ഇവർ പരിപാടി. അപ്പോൾ അത് ഇവരെ ആദ്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നാടകം ഞാനും അനുഭവിച്ചിട്ടുള്ളൊരു സങ്കടമാണ്, അതുകൊണ്ട് ചോദിക്കാം. നിങ്ങൾ ഉപജില്ലയിൽ ഒരുമിച്ച് നാടകം അഭിനയിക്കുന്നു, ജില്ലയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നു, സംസ്ഥാനം കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇനി സ്റ്റേജ് കിട്ടണം. ക്ലാസ്സിലൊക്കെ പോയി ഇരുന്നിട്ട് സാർ പഠിപ്പിക്കുക താൻ തന്നെ അതായിരിക്കോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യും? സങ്കടം ഉണ്ടോ? ഞങ്ങൾ 17-ാം തീയതി കളിക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ വേറൊരു പ്രത്യേകത, ഞങ്ങൾ ഈ കലോത്സവം കഴിഞ്ഞ നാടകം നിർത്താത്ത ഒരു വിഭാഗക്കാരാണ്. ഞങ്ങൾ മറഡോണ എന്ന് പറയുന്ന നാടകത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. കേരള നാടക ചരിത്രത്തിൽ ഒരു പക്ഷേ സ്കൂൾ നാടക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായ നാടകമാണ് മറഡോണ എന്ന് പറയുന്നത്. മറ്റേ അന്യ സംസ്ഥാനങ്ങളിലടക്കം പോയി, ബോംബെയിലടക്കം പോയി കളിച്ച് 100-ൽ പരം വേദികൾ കളിച്ച നാടകമാണ് മറഡോണ. അപ്പോൾ ഇതും അങ്ങനെ അവസാനിക്കില്ല, ഇവിടെ കലോത്സവത്തിൽ അവസാനിക്കില്ല. ഞങ്ങൾക്ക് വേദി കിട്ടിയാൽ ഞങ്ങൾ ഇനിയും കളിക്കും. പിന്നെ 17-ാം തീയതി ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു അവതരണം 10,000 പേരുടെ മുമ്പിൽ വലിയ വേദി കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ നാടകം നാട്ടുകാർക്കും താല്പര്യമുള്ള എല്ലാവർക്കും കാണുക എന്നുള്ളതാണ്. ഒരു ടിക്കറ്റ് ഷോ പോലെ നടത്തുന്നത്. നമ്മുടെ സർക്കാർ സ്കൂളാണ്, ഞങ്ങളുടെ ഒരു ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സാമ്പത്തികം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയോ അങ്ങനെ ആയി വരുന്നതിൽ സ്കൂൾ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ സർക്കാർ സ്കൂളല്ലേ, സർക്കാർ സ്കൂളാണല്ലോ. GVHSS വട്ടേനാട്. അപ്പോൾ ഒരു ടിക്കറ്റ് ഷോ പോലെ 17-ാം തീയതി എല്ലാ നാടകങ്ങളും, ഇപ്പോൾ ഹയർ സെക്കൻഡറി നാടകവും ഹൈസ്കൂൾ നാടകവും ജില്ലാ തലത്തിൽ UP നാടകവും 3 നാടകത്തിലും 1-ാം സ്ഥാനം ഈ ഞങ്ങളുടെ സ്കൂളിലാണ്. അപ്പോൾ ഈ 2 നാടകവും UP നാടകവും ഒക്കെ അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലല്ല, 10, 12, 13 വർഷമായിട്ട് സ്ഥിരമായി സംസ്ഥാന കലോത്സവത്തിൽ നാടകം വരുന്ന ടീമാണ് ഞങ്ങളുടേത്. നവനീത്. അപ്പോൾ ഇങ്ങനെ നാടകവും ജീവിതവും ഒക്കെ ആയി അവരിനിയും ഈ യാത്ര ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും. ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ. നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്താം, എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. നമുക്ക് എന്തായാലും ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഒന്ന് പരിചയപ്പെടാം അല്ലേ? അജ്മല് പറഞ്ഞോ. എന്താ വെച്ചാൽ അവിടെ ജിഷ്ണു, അബി, അജ്മൽ ഒന്ന് വരണം. എന്താ വെച്ചാൽ നമ്മൾ ടീമിലുള്ളതാണ്. നമ്മൾ മാത്രമല്ല, നമ്മളില്ലാത്ത സമയത്ത് ഇവർ വരും, ഇവർ പരിശീലിപ്പിക്കും. അപ്പോൾ അവരും കൂടി ഉണ്ട്. ഇതാ അബി, അജു. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് ശശിയാരനാണ്. ഇത്ര നന്നായിട്ട് നല്ല കോസ്റ്റ്യൂം ആയിരുന്നു, നല്ല മേക്കപ്പ് ആയിരുന്നു, അതും ഗംഭീരമായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു നാടകത്തിന്റെ എല്ലാ പരിപൂർണതയും ഉണ്ടായിരുന്നു നാടകത്തിന്. കേട്ടോ, എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചവരുടെ ഒക്കെ പേരൊന്ന് പറയാമോ? കുഞ്ഞുങ്ങളുടെ എല്ലാം പേരൊന്ന് പറയാമോ? ഷമീല്, ശ്രീഹരി, ഫാസിം സിനാൻ, മോനിഷ, മാളവിക, നിരുപമ, ദുർഗശ്രീ, ആദിദേവ്, ആർദ്ര മോഹൻദാസ്, ശ്രീദേവിക. ഞാൻ ഇല്ലായിരുന്നു. എന്തായാലും നല്ല ഒരു വലിയ സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് അവർക്ക് പിൻകരുതലായി അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായം ചെയ്തു കൊടുത്തൊരു വലിയ നിര. അതെ, പാപ്പൻ, ഷാജി പാപ്പൻ. അപ്പോൾ അവരുടെ ഷാജി പാപ്പൻ അടങ്ങുന്ന ഒരു വലിയ നിര. എൻ്റെ പേര് വേണുഗോപാൽ. ഞാനവിടെ ഈ യുവജനോത്സവത്തിൻ്റെ കൺവീനറായിരുന്നു. ഈ മജീദിൻ്റെയൊക്കെ മികച്ച നാടകങ്ങളുടെ സമയത്തൊക്കെ കൂടെയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് 3 വർഷമായി. ഇപ്പോഴും ഈ കുട്ടികളുടെ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു എനർജിയാണ്, മനസ്സിലായി, നമ്മൾ വീണ്ടും ചെറുപ്പത്തിലേക്ക് എത്തുന്നു തോന്നുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം നമ്മൾ വരുന്നത്.
ഇനിയിപ്പോൾ നാളെ ഇവരുടെ ഞങ്ങളുടെ തന്നെ സ്കൂളിൻ്റെ ഒരു കഥാപ്രസംഗം കൂടിയുണ്ട്, അതുകൂടിയും കണ്ടിട്ടേ പോകും. അതായത് ഇതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എവിടുന്നും കിട്ടില്ല. ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് കിട്ടുമ്പോൾ ഈ കുട്ടികൾ തരുന്നൊരു എനർജി, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം നമ്മൾ വന്നത്. എല്ലാ ദിവസവും എന്താ വേണ്ടതെന്ന് ആലോചിക്കും, തലേ ദിവസം പുറപ്പെടും. അതാണ് നമ്മുടെ ഒരു ശീലം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് മുമ്പേ പോയവരും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരും ഒരുപക്ഷെ ഇനി നിങ്ങൾ കഴിഞ്ഞു വരുന്നവരുമൊക്കെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ആ സ്കൂളിലുണ്ട്. നിങ്ങളുടെ ഒരു വലിയ സൗഭാഗ്യമാണ്, അത് ഉപയോഗപ്പെടുത്തുക. ഒരുപാട് വേദികൾ കിട്ടട്ടെ, ഈ ചിരിയും ഈ സന്തോഷവും ഒക്കെ ഒരുപാട് വേദികൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പോൾ M5 ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ 1 2 3 സ്റ്റാർട്ട്. താനന്നെ താനന്നെ താനന്നെ